ഫോറൻസിക് പരിശോധനയുണ്ട്. ഡ്രോൺ പരിശോധന രാവിലെ 7 മണി മുതൽ തന്നെ ഈ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ പരിശോധനയുണ്ട്, പോലീസിൻ്റെ പരിശോധനയുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയും അപകട സ്ഥലം സന്ദർശിച്ച ശേഷം വിലയിരുത്തലുകൾ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ കടാവൂർ നായകൾ പരിശോധന നടത്തുന്ന കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വിലയിരുത്തലുകൾ നടത്തുകയാണ്. എന്തായാലും കൃത്യമായ ഒരു വിലയിരുത്തൽ ഇതുവരെ നടത്തിയിരിക്കുന്ന പരിശോധനകൾ സംബന്ധിച്ച അന്തിമമായ ഒരു ചിത്രം ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിന്നും നിർവീര്യമാക്കേണ്ട വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനയും വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ, അപകടശേഷിയുള്ള സ്ഫോടനശേഷിയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമവും ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടത്തുന്നുണ്ട്. കാരണം എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഇനിയും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്, അത് നിർവീര്യമാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ശ്രമവും ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ശരീരഭാഗങ്ങൾ കണ്ടെത്തി വ്യക്തമാണ്. മിഥുൻ മുരളി, അപകട സ്ഥലം DGP രവാഡ ചന്ദ്രശേഖർ സന്ദർശിക്കുന്നു. അവിടെ നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെടുത്തു. കൂടുതൽ പരിശോധനകൾ അവിടെ തുടരുകയാണ്. സ്ഫോടകമുണ്ടായതിൻ്റെ കാരണങ്ങൾ അടക്കമുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും മരിച്ചവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, അവരെ തിരിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങൾക്ക് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മെഡിക്കൽ കോളേജിൽ നിന്നും മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നു. മിഥുൻ അയ്യപ്പൻ, മരിച്ചവരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. അവിടെ ചികിത്സയിൽ കഴിയുന്നവരുടെ നില അതീവ ഗുരുതരമാണ്. അവിടെ DNA പരിശോധന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം മരിച്ചവരെ തിരിച്ചറിയാനുള്ള പരിശോധനകൾ അവിടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്താണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, മിഥുൻ അയ്യപ്പൻ? കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരാളുടെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞു. കുളത്തൂർ സ്വദേശി സതീഷ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൻ്റെ ഏറ്റവും പുതിയ വിവരമാണ് അത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും പറയാൻ കഴിയുന്നത് ഇവരുടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ DNA സാമ്പിളുകൾ ശേഖരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം 5 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ 11 ശരീരഭാഗങ്ങളുടെ ഓട്ടോപ്സി ചെയ്തിട്ടുണ്ട്. അത് 15 ഭാഗങ്ങളുടെ ഓട്ടോപ്സി കൂടി ചെയ്യാനുണ്ട്. DNA ടെസ്റ്റുകൾ എത്രയും വേഗം നടത്തുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളവരുടെ നില, അതായത് ഒരു 5 പേരുടെ നില ഒരു സാധാരണ നിലയിലേക്ക്, അതായത് അവർക്ക് അവരുടെ നിലയിൽ ഒരു പുരോഗതിയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതേസമയം തന്നെ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 2 പേർ വെന്റിലേറ്ററിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആകെ 13 പേരാണ് ചികിത്സയുടെ ഭാഗമായി ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുള്ളത്. അവരുടെ മറ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ അടക്കം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. VD സതീശനടക്കമുള്ളവർ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് സംഭവ സ്ഥലത്ത് ഈ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണെന്നും ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നും അപകടത്തിൻ്റെ എന്നുള്ള നിലയിലേക്ക് എത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രധാനമായും ഒരു വീഴ്ച എന്നാണ് ഇപ്പോൾ VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ നടത്തണം. നേരത്തെ പുറ്റിങ്ങൽ അപകടവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പുറ്റിങ്ങൽ കമ്മീഷന്റെ ചില ശുപാർശകളുണ്ട്. ആ ശുപാർശകൾ കർശനമായി നടപ്പാക്കണം. പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം വെടിക്കെട്ട് നടത്തിപ്പിൽ സംബന്ധിച്ച് കർശന നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പിന്നീട് ആ നിയന്ത്രണങ്ങൾ അയഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കർശനമായി തന്നെ അത്തരം സംഭവങ്ങൾ നടപ്പിലാക്കിയേ മതിയാകൂ എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഇടത്ത് ഒരു ഫയർ എഞ്ചിൻ പോലും ഉണ്ടായിരുന്നില്ല. അത്തരം സംഭവങ്ങളിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അതുപോലെ തന്നെ മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിലേക്കും അന്വേഷണം നീങ്ങണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് വിവിധ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
എങ്കിൽ കൂടുതൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കാണുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മുരളീധരനും അതുപോലെ ബിജെപിയുടെ നേതാക്കൾ കൂടി ഈ അല്പസമയത്തിനകം ഇവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കൃഷ്ണദാസ് അടക്കമുള്ള ഉള്ളവർ ആശുപത്രിയിലേക്ക് എത്തി രോഗികളെ കാണുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു അദ്ദേഹം നടത്തിയത്. ഏതാണ്ട് 2 മണിക്കൂറിലധികം സമയം അദ്ദേഹം ഇവിടെ ഈ ആശുപത്രിക്കകത്ത് ചെലവഴിച്ചിരുന്നു. രോഗികളുടെ ഇവിടെ പരിക്കേറ്റവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നേരിട്ട് അദ്ദേഹം ഇടപെട്ട് കാര്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നിലവിൽ കേന്ദ്രം ഒരു തുക പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു കൂട്ടായ ശ്രമങ്ങളുടെ ഭാഗമായി ഇവരിലേക്ക് കൂടുതൽ ധനസഹായം ഇവർക്ക് ആവശ്യമുണ്ടെന്നും അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് അതായത് ടെക്സോ അധികൃതർ ഇന്ന് തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം ആവശ്യമാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കൂടി നിർദ്ദേശാനുസരണം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കേന്ദ്രം തയ്യാറാണ് എന്നതോടൊപ്പം